ബി.ജെ.പിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹീത ആശംസകളോടെ രാജീവ് കേരള ബി.ജെ.പിയുടെ ചുമതലയിലേക്ക് ഒരുങ്ങുന്നത്. പാർട്ടിയുടെ അധ്യക്ഷനായി നിയമിതനായ ശേഷം നടന്ന കന്നി പ്രസംഗം തന്നെയാണ് രാജീവ് തന്റെ നയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDA അധികാരത്തിൽ എത്തണമെന്നും പ്രഖ്യാപിച്ചു. കേരള നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് രാജീവ് പ്രസംഗം തുടങ്ങിയത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബി.ജെ.പി അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം. അത് പൂർത്തീകരിച്ച് മാത്രമേ താൻ മടങ്ങി പോവുകയുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മാറ്റം കൊണ്ടുവരാനാണ് ദൗത്യം. ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെങ്കിൽ ബി.ജെ.പി അധികാരത്തിൽ വരണമെന്നും രാജീവ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നു. അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി എനിക്ക് നൽകിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നു. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.